തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിൽ വ്യാജ മദ്യ ദുരന്തത്തെ തുടർന്ന് 13 പേർ മരിച്ചു. 60-ലധികം പേർ ചികിത്സയിലാണ്. മദ്യം പാക്കറ്റുകളിലാക്കി വിൽക്കുന്നയാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചു. SP-യെയും ലഹരി വിരുദ്ധ വിഭാഗത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. ഷാരോൺ മാത്യു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഷാരോൺ, തമിഴ്നാട്ടിൽ മുൻപും ഇത്തരത്തിൽ വ്യാജ മദ്യ ദുരന്തം ഉണ്ടായി. 22ഓളം പേർ മരിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെ നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നത്? എത്ര പേരാണ് ചികിത്സയിലുള്ളത്? ഒപ്പം ജില്ലാ കളക്ടറെ അടക്കം സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവ് വന്നിട്ടുണ്ടല്ലേ? അൻസു, ഇന്നലെ വൈകിട്ടോടെയായിരുന്നു ഇങ്ങനെ മദ്യം കഴിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യം തോന്നി ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 14ഓളം പേർ മരിച്ചിരിക്കുന്നു. അതിൽ 60-ലധികം പേരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ 60-ലധികം പേരിൽ നിരവധി പേരുടെ നില ഗുരുതരമാണെന്നാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ജില്ലാ കളക്ടറായ ശ്രാവൺ കുമാർ ഷെഖാവത്തിനെ അടക്കം സ്ഥലം മാറ്റിക്കൊണ്ടുള്ള നടപടികൾ വന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഒരു വിദഗ്ധ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. മെഡിക്കൽ സംഘത്തിൽ 18 പേരോളമുണ്ട്. എം കെ സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇതിനോടകം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഈ പ്രതികരിച്ചതനുസരിച്ച് ശിക്ഷക്കാർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നാണ്, കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നാണ് സ്റ്റാലിൻ ഇതിനോടകം പ്രതികരിച്ചിരിക്കുന്നത്. SP സമയ് സിംഗിനെയും അതുപോലെ തന്നെ ലഹരി വിരുദ്ധ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തമിഴ്നാട് ആരോഗ്യമന്ത്രി മാ സുബ്രഹ്മണ്യം സംഭവസ്ഥലം സന്ദർശിച്ചിരിക്കുന്നു. ഈ പാക്കറ്റുകളിലായി മദ്യം വിൽക്കുന്ന ഗോവിന്ദരാജൻ എന്ന ആളെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളിൽ നിന്ന് 200 ലിറ്ററിലധികം മദ്യം കണ്ടെടുത്തു. മദ്യത്തിൽ മെത്തനോളിൻ്റെ അംശമുണ്ടായതായും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി പേർക്ക് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇന്നലെ വൈകിട്ട് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ അടക്കം വന്നിരിക്കുന്നു. AIADMKയും അതുപോലെ തന്നെ BJPയും വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ഇതിനോടകം മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞു. ഈ സംഭവം വേദനാജനകമെന്നാണ് അണ്ണാമലൈ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ശരി, ഷാരോൺ മാത്യു ആണ് വിശദാംശങ്ങൾ നൽകിയത്.